ചെമ്പരത്തിച്ചോട്ടിലെ പൂച്ച വീട്. അതൊരു പഴയ വീടായിരുന്നേ. അവിടെ കുറെ പേര് താമസിച്ചിരുന്നു. അവരിലൊരാളായിരുന്നു ജിജിപ്പൂച്ച. അവളൊരു നല്ല പൂച്ചക്കുട്ടിയായിരുന്നു. ആ വീട്ടിലെ കുട്ടികൾക്ക് അവളൊരു അനുജത്തിയെ പോലെയാ. രാവിലെ ഉറക്കം ഉണർന്നാല് അവരാദ്യം ഓടിയെത്തുന്നത് ജിജിപ്പൂച്ചയുടെ അടുത്തേക്കാണ്. അത്രയ്ക്ക് സ്നേഹ. എന്നാലും അവൾക്ക് ഏറ്റവും സ്നേഹം ആരോടായിരുന്നെന്നോ? ജിനുപൂച്ചയോട്. അവൻ ഒരു വീട്ടിലെയും പൂച്ചയല്ലാട്ടോ. നാട്ടിലും ഓരോ വീട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനാണ്. ഭക്ഷണം പോലും അവന് ശരിക്ക് കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അടുത്തുള്ള ഏതെങ്കിലും കിണറ്റിൻകരയിലോ പൈപ്പിൻ ചുവട്ടിലോ പോയി വെള്ളം മാത്രം കുടിച്ച് ജീവിക്കാറുമുണ്ട്. ഇതറിയാവുന്ന ജിജിപ്പൂച്ച ഇടയ്ക്കൊക്കെ അവൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിലെ ഒരു പങ്ക് ജിനുവിന് കൊടുക്കാറുമുണ്ട്. അതുകൊണ്ട് മാത്രമായില്ലല്ലോ, ഒരു പൂച്ചയാവുമ്പോ എന്തൊക്കെ ആവശ്യങ്ങൾ കാണും. ഉറങ്ങാനൊരിടം, ഭക്ഷണം, നല്ല വെള്ളം, അങ്ങനെ എന്തെല്ലാം. പാവല്ലേ. ഒരു ദിവസം ജിജിപ്പൂച്ചയും വീട്ടിലെ കുട്ടികളും വീടിന്റെ തിണ്ണയിലിരുന്ന് കളിക്കായിരുന്നു. ഏകദേശം ആ ഒരു നേരത്താണ് ജിനുപൂച്ച കളിക്കാൻ വരാറുള്ളത്. എപ്പോഴും അലഞ്ഞു നടന്നും ശരിക്ക് ഭക്ഷണം ഇല്ലാതെയും അവൻ എപ്പോഴും ക്ഷീണിച്ചാ വരിക. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ നേരത്ത് ജിനുപൂച്ച ജിജിപ്പൂച്ചയുടെ അടുത്തേക്ക് എത്താറുണ്ട്. പക്ഷെ അന്ന് ജിനുപൂച്ചയെ കണ്ടതേയില്ല. ജിജിപ്പൂച്ചയ്ക്ക് സങ്കടാവാൻ തുടങ്ങി. ഷടാ, ഇവനിത് എവിടെ പോയി? എന്നും ഈ നേരത്ത് വരുന്നതാണല്ലോ. ജിജിപ്പൂച്ച പറഞ്ഞത് അല്പം ഉച്ചത്തിലായിപ്പോയി. അപ്പോൾ ആ വീട്ടിലെ കുട്ടികള് കാര്യം അന്വേഷിച്ചു. ജിജിപ്പൂച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴുണ്ട് കുറച്ചു ദൂരെ നിന്ന് ക്ഷീണിച്ചൊരു കരച്ചില് കേൾക്കണു. അയ്യോ, അത് ജിനുപൂച്ചയാണല്ലോ. ജിജിപ്പൂച്ച ശബ്ദം കേട്ട ഇടത്തേക്ക് ഓടിപ്പോയി നോക്കി. അതാ നമ്മുടെ ജിനുപൂച്ച കരഞ്ഞോണ്ട് ഓടി വരുന്നു. എന്തു പറ്റി ജിനുപൂച്ചേ? ജിജിപ്പൂച്ച ചോദിച്ചു. ഇന്നലെ ഇത്തിരി പോലും ഉറങ്ങിയില്ല ജിജിപ്പൂച്ചേ. ഇന്നലെ രാത്രി മഴയായിരുന്നല്ലോ. അപ്പോ ഞാന് അടുത്തൊരു പീഡികത്തിണ്ണെ കയറി കിടക്കാൻ നോക്കിയപ്പോ അവിടേക്കൊരു തെരുവ് നായ ഓടി വന്നു. എന്നിട്ട് എന്നെ കടിക്കാൻ വന്നു. ഞാൻ പേടിച്ചു ഓടി. ഇത് കേട്ടു നിന്ന കുട്ടികൾക്കും വിഷമം തോന്നി. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു സൂത്രവും തോന്നി. ജിനുപൂച്ചയ്ക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കാം. ജിജിപ്പൂച്ച ഇപ്പൊ ഉറങ്ങുന്നത് അടുക്കളയിലെ ഒരു മൂലയിൽ വിരിച്ചിട്ട തുണി കഷ്ണത്തിലാണല്ലോ. അപ്പോ നല്ലൊരു പൂച്ച വീടുണ്ടാക്കിയ 2 പൂച്ചക്കുട്ടികൾക്കും കൂടി അവിടെ താമസിക്കാലോ. ഇത് കേട്ടപ്പോ ജിജിപ്പൂച്ചയ്ക്ക് ആവേശമായി. എവിടെ വീടുണ്ടാക്കും? മുറ്റത്തെ ചെമ്പരത്തിച്ചെടിയുടെ താഴെ ആയാലോ? നല്ല ഭംഗിയായിരിക്കും. പക്ഷെ എങ്ങനെ വീടുണ്ടാക്കും? കുട്ടികളുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന തൂക്കണാംകുരുവി സഹായിക്കാമെന്നേറ്റു. എപ്പോഴും വീടുണ്ടാക്കി പരിചയമുണ്ടല്ലോ തൂക്കണാംകുരുവിക്ക്. ശേഷം കുട്ടികൾ വീടുണ്ടാക്കാനുള്ള സാധനങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. പുല്ലും ഇലകളും മുളയും മരക്കൊമ്പുകളും എല്ലാം ചേർത്ത് ചെമ്പരത്തിച്ചോട്ടിലെത്തിച്ചു. ഇനി വീടുണ്ടാക്കാൻ തുടങ്ങണം. അപ്പോഴേ അവിടെ എന്തൊക്കെയോ കലബല ശബ്ദം. കുട്ടികൾ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? കാക്കയും എലിയും അണ്ണാൻ കുഞ്ഞും ഒക്കെ വീടുണ്ടാക്കാൻ എത്തിയിരിക്കുന്നു. അവരൊക്കെ തൂക്കണാംകുരുവിയുടെ കൂട്ടുകാരാണ്. പിന്നെ എല്ലാം ഷടപടേന്നായിരുന്നു. എലി മുളയെല്ലാം കഷ്ണങ്ങളാക്കി മുറിച്ചു. കാക്ക ഇലകളൊക്കെ കോതി ശരിയാക്കി. അണ്ണാൻ ചാടി മറഞ്ഞ് മേൽക്കൂര കൂട്ടി. തൂക്കണാംകുരുവി മേൽനോട്ടം നൽകി. കുറച്ചു സമയം കൊണ്ട് തന്നെ വീട് തയ്യാർ. അപ്പോൾ ചെമ്പരത്തിച്ചെടി, നല്ലൊരു ചുവന്ന ചെമ്പരത്തി വീടിന് മുകളിലേക്ക് ചായച്ചു നിർത്തി. ഹായ്, എന്തൊരു ഭംഗി! ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ഒരുമിച്ച് ചേർന്നാണ് സന്തോഷം ഉണ്ടാക്കേണ്ടത് അല്ലേ? അതും നല്ല കുട്ടികളുടെ ലക്ഷണമാണ്. ജിനുവും ജിജിയും ആ വീട്ടിലേക്ക് കയറുന്നത് സന്തോഷത്തോടെ നോക്കി നിന്ന കൂട്ടുകാര് വീടിനൊരു പേരിട്ടു. അതെ, ചെമ്പരത്തിച്ചോട്ടിലെ പൂച്ച വീട്.